ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടാൻ വന്നിരിക്കുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഈ മീൻ കറി വയ്ക്കുന്നത് ഇട്ടിട്ടില്ല. മീനല്ല, തിരച്ചി. ആദ്യമായിട്ടാണ് ഞാനിത് വയ്ക്കുന്നതും കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിത് വെക്കുന്നത്. അമ്മയോട് രാവിലെ വിളിച്ച് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. അപ്പം വലിയ പീസായിട്ടാണ് കൊണ്ടുവന്നത്. അത് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട സാധനങ്ങൾ: ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. അതെല്ലാം വൃത്തിയാക്കി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇത്തിരി കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഞാൻ ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉലുവ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടും ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്കറി വെക്കുന്ന രീതിയിൽ വെക്കാനാണ് അമ്മ പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചതച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വേണമെങ്കിൽ സവാളയും ചേർക്കാം. ഞാനൊരു ചെറിയ സവാളയും ചേർത്തിട്ടുണ്ട്. ബാക്കി മുഴുവനും ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ആദ്യമായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളി ചേർത്താൽ ഇത്തിരി ടേസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് സവാള ചേർത്താലും മധുരമായിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത്, ചെറിയ ഉള്ളി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പും ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർക്കുന്ന കാര്യം നേരത്തെ മറന്നു പോയതാണ്, ഇപ്പോഴാണ് ഓർത്തത്. അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, തോനെ പുളി ഇട്ടിട്ടില്ല, ഒരു ചെറിയ കഷ്ണം പുളി 2ആയിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി വേവാനായിട്ട് വയ്ക്കാം. കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ പീസുകളാക്കിയിട്ട് തെരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തെരച്ചി എന്നാണ് ഞങ്ങൾ പറയുന്നത്, എനിക്കറിയില്ല. തെരണ്ടിയെന്നും തെരച്ചിന്നും ഒക്കെ ആളുകൾ പറയാറുണ്ട്. അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അടച്ച് വെച്ച് കൊടുത്തത്. കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ തിരച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിലൊന്നുമല്ല ഞാൻ എടുത്തത്, കുറുക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് ഗ്രേവിയൊക്കെ വെച്ചാൽ എല്ലാവരും കഴിക്കുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നന്നായി കുറുക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തിരച്ചിക്കറി. കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് വെച്ചതാണെങ്കിലും നല്ല ടേസ്റ്റിയായ ഒരു തിരച്ചിക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കിട്ടുകയാണെങ്കിൽ. ഇനി ഒരു കപ്പ വേവിക്കാമെന്ന് കരുതി. കപ്പ വേവിക്കുന്നതൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കുക്കറിലിട്ട് വേവിച്ച് എടുത്ത കപ്പയിലേക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കാന്താരിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇത്തിരി വറവൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒഴിക്കാനായിട്ട് ഇത്തിരി തക്കാളി മോരുകറിയാണ് തയ്യാറാക്കുന്നത്. ഒരു തക്കാളിയും ഒരു പച്ചമുളകൂടെ അരിഞ്ഞ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി നന്നായി പേസ്റ്റ് പോലെ അരച്ചതിലേക്ക് ഇത്തിരി തൈരോടെ, 1 കപ്പ് തൈരോടെ ഒഴിച്ച് അടിച്ചതിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറവൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പാം. പാത്രത്തിലേക്ക് നമ്മൾ ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂട് ചോറാണ് കേട്ടോ. ചൂട് ചോറും ഇട്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കറികളൊക്കെ വെച്ച് കൊടുക്കാം. ഇന്ന് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്നും എടുക്കുന്ന പാത്രമല്ല, വേറൊരു പാത്രത്തിലേക്കാണ് ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തത് ചോറ്. അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന തിരച്ചിക്കറി അതിലേക്ക് വെച്ച് കൊടുക്കാം. തിരച്ചി അതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ തയ്യാറാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കുന്നത്. വീട്ടിൽ അമ്മയാണ് ഇത് വെച്ച് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാനായിട്ട് വെച്ച് നോക്കിയിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിരച്ചിക്കറിക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ കപ്പ കുഴച്ചതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മോരുകറിയും വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ.
ഒരു പപ്പടവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. പപ്പടം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പപ്പടം വയ്ക്കാഞ്ഞത്. അപ്പം മോരും കൂടെ അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയായ ഒരു തെരണ്ടിക്കറി. നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഒരുപാട് ചാറോട് കൂടി വെച്ചാൽ ടേസ്റ്റ് കാണില്ല. നന്നായിട്ട് വറ്റിയിരിക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ ഉച്ചയൂണ് എല്ലാവരും കഴിക്കാൻ വന്നോളൂ. ഒരു ടേസ്റ്റി ഉച്ചയൂണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ.